നമ്മുടെ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ വയറിലെ പുണ്ണ് കാരണമാണോ വായിൽ പുണ്ണ് വരുന്നത് എന്നുള്ളത്. വായിൽ പുണ്ണ് വരാനായിട്ട് വയറിലെ പുണ്ണ് കാരണമാകാം. എന്നിരുന്നാലും വേറെ ഒരുപാട് കാരണങ്ങൾ കാരണം നമുക്ക് വായിൽ പുണ്ണ് വരാം. അതായത് നമുക്ക് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, B12, 6, അതുപോലെ തന്നെ C, ഇത് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് വായിൽ പുണ്ണ് എന്ന് പറയുന്നത്. ഈ വായിൽ പുണ്ണ് കാരണം അവർക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് കാരണം ഇവർ 2 അതിലധികം ദിവസമൊക്കെ ടാബ്ലറ്റ് എടുത്ത് ഈ വേദനയൊക്കെ കുറച്ചതിന് ശേഷം വീണ്ടും ഇത് വരുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മളിവിടെ എന്താണ് ഇത് പൂർണ്ണമായി മാറാനായിട്ട് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. ഞാൻ ഡോക്ടർ ആമിന, മെഡിക്കൽ ഓഫീസർ, പ്രാണ നാച്ചുറൽ സെൻറ്റർ. നമ്മുടെ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ വയറിലെ പുണ്ണ് കാരണമാണോ വായിൽ പുണ്ണ് വരുന്നത് എന്നുള്ളത്. വായിൽ പുണ്ണ് വരാനായിട്ട് വയറിലെ പുണ്ണ് കാരണമാകാം. എന്നിരുന്നാലും വേറെ ഒരുപാട് കാരണങ്ങൾ കാരണം നമുക്ക് വായിൽ പുണ്ണ് വരാം. അതായത് നമുക്ക് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, B12, 6, അതുപോലെ തന്നെ C, ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് കാരണം നമുക്ക് വായിൽ പുണ്ണ് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഹീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാരണം, ഇത് കഴിക്കുന്നത് കാരണം നമുക്ക് വായിൽ പുണ്ണ് വരാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ച്, നല്ല ചൂട് കാലത്ത് നമുക്ക് വായിൽ പുണ്ണ് വരാം. ഇത്തരം റീസൺസ് കാരണവും വരാം. അതുപോലെ തന്നെ നമുക്ക് വയറിലുണ്ടാകുന്ന അസുഖങ്ങൾ കാരണം, വയറിലെ പുണ്ണുകൾ ഉണ്ടാകുന്നത് വഴിയും നമുക്ക് വായിൽ പുണ്ണ് വരാം. വയറിലെ ഇത്തരം പുണ്ണുകൾ രൂപപ്പെടാനായിട്ട് കാരണം ഗ്യാസിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ ആസിഡിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാകുന്നതോ ഒക്കെ ആവാം. ഈ ഗ്യാസ് കൂടുതൽ വരാനായിട്ട് കാരണം ആവുന്നത് നമുക്ക് ഒന്നുകിൽ മലം പോവാതിരിക്കുക, വയറ്റിൽ കെട്ടിക്കിടക്കുക, അതിൽ നിന്നും ബാക്ടീരിയാസ് നമുക്ക് കൂടുതലായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു ഗ്യാസിൻ്റെ മർദ്ദനം കാരണം സ്റ്റൊമക്ക് വാൾസ്, അതായത് ആമാശയത്തിൻ്റെ മെംബ്രെയിൻ ഉണ്ട്, ചെറിയ ആവരണം, അതിലേക്ക് ക്ഷതങ്ങളേറ്റ് മുറിവുകൾ ഉണ്ടാവുന്നു, അങ്ങനെ വ്രണങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഗ്യാസ്, അമ്ലം, അത് കൂടുതലും വരാം, കുറവും വരാം. അപ്പോൾ കൂടുതലാവുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഈ ആമാശയത്തിൻ്റെ ലൈനിങ്ങുകളിൽ ക്ഷതങ്ങൾ ഉണ്ടാവുന്നു, മുറിവുകൾ ഉണ്ടാവുന്നു, വ്രണങ്ങളാവുന്നു. ഈ ആമാശയത്തിലെ അമ്ലം കുറയുകയും ചെയ്യാം. ഈ കുറയുമ്പോൾ എന്ത് പറ്റും? ആഹാരവസ്തുക്കൾ ദഹിക്കാതെ വരും. ഈ ദഹിക്കാതെ വരുന്ന ആഹാരവസ്തുക്കൾ അവിടെ തന്നെ കിടക്കുന്നു. അതിൻ്റെ പാർശ്വഫലമായിട്ടും നമുക്ക് ഗ്യാസ് ഉണ്ടായി, അതിൻ്റെ ക്ഷതം കാരണം നമ്മുടെ വ്രണങ്ങൾ രൂപപ്പെടാം. ഈ ആസിഡ് കൂടുതലുണ്ടായി അത് മുകളിലേക്ക് പുളിച്ച് തികട്ടി വന്നും നമുക്ക് വായിൽ പുണ്ണുകൾ രൂപപ്പെടാം. അങ്ങനെയാണ് വയറിലെ പുണ്ണ് വായിലേക്ക് കണക്റ്റ് ആവുന്നത്. എന്നിരുന്നാലും എന്തായാലും നമുക്ക് വയറും അത്രയും കണക്റ്റായിട്ടുള്ള അവയവങ്ങളാണ്. ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് വയറിലെ പുണ്ണ്. വായിലെ പുണ്ണായി മാറാനുള്ള സാധ്യതകൾ അനേകമാണ്. വായിലെ പുണ്ണായാലും വയറിലുണ്ടാകുന്ന പുണ്ണുകളായാലും ഇവയ്ക്ക് വേണ്ടിയുള്ള ചികിത്സയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ വയറ്റിലെ pH ആദ്യം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വയറിലെ ആസിഡ് അല്ലെങ്കിൽ അവിടുത്തെ ആ സ്വഭാവം അത് കറക്റ്റ് ചെയ്യുക, pH കറക്റ്റ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ബ്ലാൻഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. ഇത് ഒത്തിരി കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. നമുക്ക് അധികം എരിവും പുളിയും സോൾട്ടും ഒന്നും ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് അനിവാര്യമാണ്. ഇത് ചെയ്താൽ മാത്രമേ നമുക്കിതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. വ്രണങ്ങളാണ് മൊത്തം, ഇങ്ങനെ മുറിവുകളും പാടുകളും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിനെ ശൂതം ചെയ്ത് അതിനെ സുഖപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇത്തരം ഭക്ഷണം കഴിക്കണം. പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലാൻഡ് ഡയറ്റ് കഴിക്കേണ്ടി വരും കുറച്ച് കാലം. മിക്കപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് പറയും, ഞാൻ നല്ല ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്, ഫൈബേഴ്സൊക്കെ ഒത്തിരി കഴിക്കുന്നുണ്ട്, പ്രൊബയോട്ടിക്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റിൻ്റെ കോംപ്ലക്സ് ആണ് കഴിക്കുന്നത്, പക്ഷേ എനിക്കൊന്നും മാറുന്നില്ല. ഞാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, 3 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്? അപ്പോൾ അവർ പറയും, 5 വർഷം മുമ്പ് ഒത്തിരി കഷ്ടപ്പാടായിരുന്നു, അന്ന് എനിക്ക് ഒത്തിരി തിരക്കായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിക്കാതെയൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്, ഇങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഇത്രയും കാലം കഴിച്ചിരുന്ന അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, നിങ്ങളുടെ ജീവിതശൈലിയിലുണ്ടായിരുന്ന ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾ ക്ഷമയോടുകൂടി ഒരുപാട് എഫേർട്ട് ഇട്ട് തന്നെ ആയിരിക്കണം
ഇതിനെ നിങ്ങൾ പരിഹരിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലാൻഡ് ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ കഴിക്കാനായിട്ട്. അതൊരു 10-15 ദിവസമൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടിയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശരീരത്തിൽ ഹീറ്റ് കൂടുന്നത് കാരണം നമുക്ക് ഇത്തരം വ്രണങ്ങൾ രൂപപ്പെടാമെന്ന്. അങ്ങനെ വ്രണങ്ങൾ ഹീറ്റ് കൂടുന്നത് കാരണം രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് തണുപ്പുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കാരണം ഇത്തരം വ്രണങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും. തണുപ്പുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള തൈര് കഴിക്കുക, കരിക്ക് കുടിക്കുക, പിന്നെ ഫ്രൂട്ട്സ്, ആൽക്കലിക് വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സ്, ജ്യൂസ് ഒക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് വയറിനെ തണുപ്പിക്കാനും അതിനോടനുബന്ധിച്ച് നമുക്ക് വ്രണങ്ങളെ കുറച്ചെടുക്കാനും പറ്റും. പിന്നെ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് തണുപ്പിക്കാനായിട്ടുള്ള, അതൊക്കെ ഞാൻ വരുന്ന ഇതിൽ പറയുന്നതായിരിക്കും. നല്ല ബാക്ടീരിയകളുടെ അഭാവം മൂലം നമുക്ക് ഇത്തരം വ്രണങ്ങൾ രൂപപ്പെടാം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ നല്ല ബാക്ടീരിയകളെ സപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോബയോട്ടിക്സ്, എല്ലാവർക്കും കേട്ട് സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നതാണ്. അപ്പോൾ പ്രോബയോട്ടിക്സിൻ്റെ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് പഴങ്കഞ്ഞിയിലൂടെയോ തൈരിലൂടെയോ അല്ലെങ്കിൽ ഫെർമെൻറ്റ് ചെയ്ത ഫ്രൂട്ട് വെജിറ്റബിൾ അതിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് അലോവേര ഫെർമെൻ്റ് ഒക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാതെ സപ്ലിമെൻറ്റ്സും ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അങ്ങനെ എന്ത് ആയാലും നിങ്ങളൊരു വിദഗ്ധമായ ഡോക്ടറിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരം പ്രോബയോട്ടിക്സ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത്തരം കണ്ടീഷൻസ് വരുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നീം ലീഫ്, വേപ്പിലയും ടെർമറിക്കും പച്ചമഞ്ഞളും അരച്ചിട്ട് ഒരുമിച്ചല്ല, പച്ചമഞ്ഞളിൻ്റെ ഉണ്ടയും നീം ലീഫിൻ്റെ വേപ്പിലയുടെ ഒരു ചെറിയ ഉണ്ടയും ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതി അത് രാവിലെ കഴിക്കുക, രാവിലെ വെറും വയറ്റിൽ. ഇത് നിങ്ങൾക്ക് വയറ്റിലുള്ള ഈ അണുക്കളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്താനും സഹായിക്കും. അപ്പം അതൊരു 10 ദിവസം കഴിച്ചതിന് ശേഷം നിർത്തുക. ഏതൊരു ആയുർവേദ കണ്ടൻറ്റുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കഴിക്കുമ്പോഴും നിങ്ങളൊരു ഗ്യാപ്പ് എടുക്കുക, 10 ദിവസം കഴിച്ചതിന് ശേഷം നിർത്തുക കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ അതിൻ്റെ കണ്ടൻസ് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കറ്റാർ വാഴ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, നമ്മുടെ വീടുകളിലൊക്കെ നട്ട് പിടിപ്പിച്ച് നമ്മൾ വളർത്തുന്ന കറ്റാർ വാഴയുടെ ജ്യൂസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൂണ്ട് ഹീലിംഗ് പെട്ടെന്ന് നടക്കും. പഠനങ്ങൾ ഒരുപാട് ഉണ്ട് ഇതിൻ്റെ. നമ്മുടെ മുറിവുകൾ പെട്ടെന്ന് തന്നെ സുഖപ്പെടും. അപ്പോൾ കറ്റാർ വാഴ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ കറ്റാർ വാഴ നിങ്ങൾക്ക് മൗത്ത് അൾസേഴ്സിൽ അപ്ലൈ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ. വയറിലുള്ള അൾസേഴ്സ് മാറാനായിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്ത് നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള നവധാന്യങ്ങൾ കൂടുതൽ കഴിക്കുക. അതായത് മില്ലറ്റ്, അതുപോലെ റാഗി, തിന, ഇതൊക്കെ നിങ്ങൾ കൂടുതൽ കഴിക്കുക. ബ്രാനുള്ള നമ്മുടെ ബ്രൗൺ റൈസൊക്കെ കഴിക്കുക, നന്നായി വേവിച്ച് കഴിക്കുക. അതുപോലെ തന്നെ വെള്ളം കണ്ടൻറ്റുള്ള ഗോഡ് വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് നന്നായി വേവിച്ച് കഴിക്കുക. ക്യാബേജ് നല്ലതാണ്, കോളിഫ്ലവർ, ബ്രോക്കോളി ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഫ്ലെവനോയിഡ്സും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ആപ്പിൾസ്, ബെറീസ് ഒക്കെ കഴിക്കുക. നിങ്ങളെ വയറ്റിനെ സൂതൻ ചെയ്യാനും ഈ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും നിങ്ങൾക്ക് സഹായിക്കും. ക്യാരറ്റ് ജ്യൂസ് ഇത്തരം സാഹചര്യങ്ങളിൽ എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് സൂതനിങ് എഫക്റ്റ് ഉള്ള ഒരു ജ്യൂസാണ് ഈ ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ക്യാരറ്റ് ജ്യൂസ് നിങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഈ ആമാശയത്തിൻ്റെ ആവരണം തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരാനായിട്ട് സഹായിക്കും. അപ്പോൾ അത്തരം ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്തരം വ്രണങ്ങളുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാബേജ് ജ്യൂസിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സും അതുപോലെ തന്നെ ഇതിന് അണുക്കളെ നശിപ്പിക്കുന്ന പ്രോപ്പർട്ടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാബേജ് ജ്യൂസും വളരെ നല്ലതാണ്. ഇങ്ങനെ വേദനയുള്ള സാഹചര്യങ്ങളിൽ, വയറിലെ പുണ്ണും വായിലെ പുണ്ണും ഒക്കെ കാരണം വേദനയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ആപ്പിൾ സിഡർ വിനെഗർ നിങ്ങൾക്ക് വായിൽ കൊള്ളാം. അതായത് 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വായിൽ കൊള്ളാം. ഒരു 1 മിനിറ്റ് വായിൽ കൊണ്ടതിന് ശേഷം നിങ്ങൾക്ക് പ്ലെയിൻ വാട്ടർ വെച്ച് റിൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഓയിൽ പുല്ലിംഗ് എന്ന് പറയും. 1 സ്പൂൺ ഓയിൽ വായിലേക്ക് എടുത്ത് അത് നന്നായി ചവയ്ക്കുക. ഒരു മിനിറ്റോ നിങ്ങൾക്ക് പറ്റുന്നത്ര ചവയ്ക്കുക. അതിനുശേഷം സ്പിറ്റ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഇതും നിങ്ങൾക്ക് ചെയ്യാം. അതിനകത്ത് അണുക്കളെ നശിപ്പിക്കാനായിട്ട് ഈ 2 പ്രവൃത്തി നിങ്ങളെ സഹായിക്കും. പിന്നെ അതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ക്ലോവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ബ്ലിസ്റ്റേഴ്സിൽ അലോവേരയുടെ ജെല്ല് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വയറിനുണ്ടാകുന്ന വേദനയെ കുറയ്ക്കാനായിട്ട് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് കോൾഡ് ബാഗ്. നമുക്ക് വയറിലേക്ക് വെച്ച് കൊടുക്കാം. കോൾഡ് ബാഗ് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട്
നമുക്ക് വയറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഹീറ്റ് കൂടുന്നത് കാരണം നമുക്ക് ഇത്തരം ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാം, വയറിനകത്തും വായ്ക്കകത്തും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ വയറിനൊരു ആശ്വാസത്തിനായിട്ട് ഇത്തരം കോൾഡ് ബാഗ് വെച്ച് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഹീറ്റ് കുറയുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അവിടത്തേക്കുള്ള കൂടുതൽ രക്താണുക്കൾ വരികയും അവിടുത്തെ ആ മുറിവുകൾ പെട്ടെന്ന് സുഖപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കോൾഡ് ബാഗ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതുപോലെ തന്നെ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കോൾഡ് വാട്ടർ സിപ്പ് ചെയ്യാം. നല്ല ഐസ് കോൾഡ് വാട്ടർ നിങ്ങൾക്ക് ഇരുന്ന് പതുക്കെ പതുക്കെ ഒരു 20 മിനിറ്റെങ്കിലും എടുത്ത് വേണം ഇത് സിപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ സിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിഫ്ലെക്സും ആ ഒരു പെയിനും ഒക്കെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വീട്ടിൽ നമുക്ക് അത്രയും പെയിനുള്ള സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. മഡ് അപ്ലൈ ചെയ്യുന്നത്, അതായത് മണ്ണ് നമ്മൾ വയറിൽ, അത് എവിടെ നിന്നെങ്കിലും എടുക്കുന്ന മണ്ണല്ല, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മണ്ണ് അവൈലബിൾ ആണ്. അങ്ങനത്തെ മഡ് നമ്മൾ വയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഹീറ്റ് അബ്സോർബ് ആവുകയും അതിലെ മെഡിസിനൽ വാല്യൂസും കാരണങ്ങളും കൊണ്ട് നമുക്ക് അവിടെ ഒരു റിലാക്സേഷൻ കിട്ടുകയും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും ആ ഒരു വൂണ്ട് ഹീലിംഗ്, അതായത് വ്രണങ്ങളെ പെട്ടെന്ന് സുഖപ്പെടുത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. മഡ് ആപ്ലിക്കേഷനിലൂടെയൊക്കെ പെട്ടെന്ന് വൂണ്ട് ഹീലിംഗ് ഉണ്ട്, അതായത് വ്രണങ്ങൾ സുഖപ്പെടുന്നുണ്ടെന്നുള്ള പഠനങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ വേറൊരു പ്രാക്ടീസാണ് ഹിപ്പ് ബാത്ത്. ഹിപ്പ് ബാത്ത് ടബിലൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വിപണിയിൽ കിട്ടുന്ന തുണി അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടബിലും ഇത്തരം പ്രാക്ടീസ് ചെയ്യാം. ഹിപ്പ് ഭാഗം, അതായത് അരഭാഗം ഫുള്ള് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 20 മിനിറ്റ് അങ്ങനെ കാല് പുറത്തേക്കിട്ട് ഹിപ്പ് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസ് എല്ലാം ഒന്ന് റിലാക്സ് ആവുകയും അതോടുകൂടി ഈ ആസിഡ് റിഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഗുലേറ്റ് ആവുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടി കൂടുതൽ രക്താണുക്കൾ വന്ന് അവിടുത്തെ വ്രണങ്ങളെ കൂടുതൽ പെട്ടെന്ന് സുഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഹിപ്പ് ബാത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഇത്തരം വേദനകൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡാണ് വെറ്റ് പാക്ക് എന്ന് പറയും. ഒരു 4 ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് എടുത്ത്, ഒരു ടവലെടുത്ത് നിങ്ങൾ വെറ്റാക്കി അതിനെ ഒന്ന് നനച്ച് പിഴിഞ്ഞ് നിങ്ങളുടെ വയറ്റിന് ചുറ്റും ഒരു 4 തവണ അല്ലെങ്കിൽ 2-3 തവണ ഒന്ന് ചുറ്റുക. അതൊരു 20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹീറ്റും അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഹീറ്റും കുറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അവിടത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരികയും രക്താണുക്കൾ കൂടുതൽ വരികയും അവിടുത്തെ വ്രണങ്ങൾ പെട്ടെന്ന് സുഖപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താലും മതിയാകും. വീട്ടിൽ ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം വായിൽ പുണ്ണ് അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന പുണ്ണ് സാധാരണമാണോ, ഇത് അപകടകാരിയാണോ, ഇത് ക്യാൻസർ ആണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ പല യൂട്യൂബ് വീഡിയോയിലും കാണാറുണ്ട് ഇത് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്, വായിൽ പുണ്ണ് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ കുടലിലുണ്ടാകുന്ന വിട്ടുമാറാത്ത പുണ്ണ് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇത് എനിക്കും അതാണോ എന്ന് ഒരുപാട് പേര് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വായിലുണ്ടാകുന്ന പുണ്ണുകൾ ക്യാൻസറിന് കാരണമാകുന്നുണ്ടോ എന്നുള്ള അതിന് എനിക്ക് പറയാനുള്ളത്, സാധാരണയായിട്ട് നമുക്ക് വരുന്ന വായിൽ പുണ്ണ് അല്ലെങ്കിൽ കുടലിൽ പുണ്ണ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് കാലാവസ്ഥ മാറുമ്പോൾ ഒത്തിരി ചൂടാവുമ്പോൾ വരും, നമ്മുടെ ഭക്ഷണക്രമങ്ങൾ തെറ്റുമ്പോഴത്തേക്കും വരും. അത് ഇപ്പോൾ ഒരു ദിവസം ചിക്കൻ കഴിച്ചു, നമുക്ക് ചെറിയ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നില്ല, പിന്നെ അത് അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ നന്നായി വെള്ളം കുടിച്ചില്ല, ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ വായിൽ പുണ്ണുണ്ടാവാം. നല്ല ചൂടുള്ള ക്ലൈമറ്റ് നമുക്ക് വായിൽ പുണ്ണുണ്ടാവാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ അല്ലാതെ വിട്ടുമാറാതെ എപ്പോഴും നിങ്ങൾക്ക് വായിൽ പുണ്ണ് വരുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി ചെക്കപ്പ് ചെയ്യുക. മാത്രമല്ല, ഇങ്ങനത്തെ വായിൽ പുണ്ണ് വന്ന് അതിൽ നിങ്ങൾ വൈറ്റമിൻസ് സപ്ലൈ ചെയ്തു, നിങ്ങൾ ഇപ്പം അണുബാധയായിരുന്നെങ്കിൽ അതിനെ നിങ്ങൾ ക്ലിയർ ചെയ്തു, പ്രോബയോട്ടിക്സ് കൊടുത്തു, ഇതൊന്നും ചെയ്തിട്ട് വിട്ടുമാറാത്ത വായ്പുണ്ണാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾക്ക് തന്നെ നിങ്ങൾ വിധേയമാകണം. അതിനായിട്ട് കൊളനോസ്കോപ്പി, ബ്ലഡ് സ്റ്റഡീസ്, സ്റ്റൂൾ സ്റ്റഡീസ് ഒക്കെ ചെയ്താൽ മാത്രമേ ഇത് സാധാരണ അൾസർ ആണോ അതോ ഇതെന്തെങ്കിലും അപകടകാരിയായിട്ടുള്ള അൾസർ ആണോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. വായിലെ ആയാലും വയറ്റിലെ ആയാലും അൾസേഴ്സ് നിങ്ങൾ അതിൻ്റെ മൂലകാരണം, അടിസ്ഥാന കാരണം കണ്ടെത്തി തന്നെ ചികിത്സിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് ആയിരിക്കരുത് നിങ്ങളുടെ ചികിത്സാ രീതി. ഇപ്പോൾ വായിലെ പുണ്ണായാലും വയറ്റിലെ പുണ്ണായാലും അത് ഇൻഫെക്ഷൻ കാരണമാകാം, അല്ലെങ്കിൽ ഇൻഡൈജഷൻ കാരണമാകാം, എന്തെങ്കിലുമൊക്കെ അണുബാധ, അല്ലെങ്കിൽ ദഹനക്കേട്, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാത്തത് കാരണം, കൂടുതൽ ആസിഡ് വരുന്നത് കാരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ക്രമീകരണങ്ങളുടെ തെറ്റ് കാരണം, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് എടുക്കുന്നത് കാരണം,
ഇതിൽ ഏതാണ് നിങ്ങളുടെ മൂലകാരണം, നിങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനെ ആയിരിക്കണം നിങ്ങൾ പരിഹരിക്കേണ്ടത്. ഈ സ്ട്രെസ്സ് എടുക്കുന്നതൊക്കെ കാരണം ഇത്തരം അൾസർ ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതെങ്ങനെ സ്ട്രെസ്സ് എങ്ങനെ അൾസർ ഉണ്ടാക്കും എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. പക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഗട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ ആണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെയാണ് ഗട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മൈൻഡ് അപ്സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഗട്ട് നന്നായി പ്രവർത്തിക്കില്ല. അപ്പോൾ അതാണ് ഗട്ടും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ആക്കി വെക്കുക, ഫ്രീ ആയിട്ട് വെക്കുക. എസ്പെഷ്യലി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് വായിൽ പുണ്ണ്, വയറ്റിൽ പുണ്ണൊക്കെ കൂടുതലായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്തായാലും സ്ട്രെസ്സൊക്കെ കുറച്ച് വെക്കുക. അതിനായിട്ടുള്ള സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്ന പ്രാക്ടീസുകളൊക്കെ ഈ സമയത്ത് ഉറപ്പായിട്ടും ചെയ്യുക. ഒരുപാട് പേരുടെ സംശയമാണ് വയറിലുണ്ടാകുന്ന ഗ്യാസ് ഒക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിലെ പുണ്ണ് നിയന്ത്രിക്കാൻ പറ്റില്ലേ എന്നുള്ളത്. സാധാരണ എന്തെങ്കിലുമൊക്കെ ദഹനക്കേടോ അല്ലെങ്കിൽ മലബന്ധമോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയസിൻ്റെ ഓവർ ഗ്രോത്തോ ഒക്കെ കാരണമാണ് നമുക്ക് വയറ്റിൽ ഇത്തരം ഗ്യാസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇത് കൂടുതൽ കാലം ഈ ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പോഴും നിങ്ങൾ അതിനെ അധികം കെയർ ചെയ്യാതെ പോകുമ്പോഴാണ് അത് പതുക്കെ അത് വ്രണങ്ങളാവുന്നതും അത് വായിലേക്കും വരുന്നതും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ചികിത്സിക്കുന്നത്, അടിസ്ഥാന കാരണം ഏതാണോ അതിനെ കണ്ടെത്തി അതിനെ ചികിത്സിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വായിലെ പുണ്ണും വയറിലെ പുണ്ണും ഒക്കെ കൃത്യമായിട്ട് മാറുന്നതാണ്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെ ഇതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിൽ വായിലും കുടലിലും ഒക്കെ പുണ്ണുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്തൊക്കെ കഴിക്കാതിരിക്കണം എന്നതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. കഫീൻ അടങ്ങിയിട്ടുള്ള കോഫിയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതിൽ കുറച്ച് അങ്ങനെയൊന്നുമില്ല, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്രണങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ നിങ്ങളുടെ ആവരണങ്ങളെ വീണ്ടും വീണ്ടും ഇത് ഇറിറ്റേറ്റ് ചെയ്യും. അതിനെ പൂർണ്ണമായി തിരിച്ചു വരാനായിട്ട് ഇത് അനുവദിക്കില്ല ഇത്തരം ഡ്രിങ്കുകൾ. അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കാത്തവരുണ്ട്, എന്നാൽ കുടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനൊക്കെ അഡിക്റ്റായി പോയവർ, എന്നും ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിച്ചേ പറ്റുള്ളൂ എന്ന സാഹചര്യമുള്ളവരുണ്ട്. ഇത്തരം കാർബണേറ്റഡ് ഡ്രിങ്ക് നിങ്ങളുടെ ആവരണങ്ങളെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ ആവരണങ്ങൾക്ക് ഒത്തിരി കേടുപാടുകൾ കൊടുക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വ്രണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ച് റിവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല, ഇത്തരം ഡ്രിങ്കുകൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആൽക്കഹോളിസം, നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ഹാബിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ അവർ പറയില്ലല്ലോ, ഹാബിറ്റ് ഒന്നും ഇല്ല എന്ന് പറയും. പക്ഷേ നമ്മളൊരു ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലിവറിൽ SGOT-PT ഒക്കെ കൂടുതലാണ്. അപ്പോൾ പിന്നെ അവർക്ക് കള്ളം പറയാൻ പറ്റില്ല, ഹാബിറ്റ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ആളുകളും ഇന്ന് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നവരാണ്. അതിൽ തന്നെ മദ്യപാനം കൂടുതലുള്ളവരാണ്, ഡെയിലി കഴിക്കുന്നവരാണ്. അത്തരം മദ്യപാന ശീലം ഉള്ളവരാണ് എങ്കിൽ അൾസറുള്ള സാഹചര്യങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതിൽ കുറച്ചെടുക്കാം എന്നുള്ളൊരു കാര്യമേ ഇല്ല, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് എരിവും പുളിയും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അതിൻ്റെ അമിത ഉപയോഗം കാരണമാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ബ്ലാൻഡ് ആയിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എരിവില്ല, പുളിയില്ല, ഉപ്പില്ല, ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തരം എരിവും പുളിയും, അതിൻ്റെ കൂടെ ഒരു മുളക് വേണം. ഇവിടുത്തെ പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഒരു മുളക് വേണം അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് വേണം. അപ്പോൾ നമ്മൾ കുറച്ചളവിൽ നമ്മൾ പിങ്ക് സോൾട്ട് കൊടുക്കും. പക്ഷേ നിങ്ങൾ അത്തരം ഒരു പ്രവൃത്തിയും അതിനിടയിൽ ചെയ്യാതിരിക്കുക, ഇത്തരം വ്രണങ്ങളുള്ള സമയത്ത് പ്രത്യേകിച്ച്. ഇനി പറയാനുള്ളത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള, നമ്മൾ കേരളത്തിൽ മുഖ്യമായിട്ട് നമ്മൾ കടികളെന്ന് പറയും, എണ്ണ പലഹാരങ്ങൾ. അപ്പോൾ അത്തരം എണ്ണ പലഹാരങ്ങൾ, എണ്ണയിൽ മുക്കി വറുത്തെടുത്ത പരിപ്പ് വട, ഉഴുന്നുവട പോലുള്ള പലഹാരങ്ങൾ നിങ്ങൾ ഈ സമയങ്ങളിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം അതിനകത്ത് അത്രയും ഓയിലുണ്ട്, അത് എന്ത് ഓയിലാണെന്ന് നമുക്കറിയില്ല. എപ്പോഴും അതൊരു റിഫൈൻ ഓയിൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അതിനടുത്തേക്ക് പോവുകയേ ചെയ്യരുത്. ഇനി പറയാനുള്ളത് സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സിട്രസ് അടങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ നാരങ്ങ, ഓറഞ്ച്, മുസമ്പി, അതുപോലെ തന്നെ ടൊമാറ്റോ, ഈ വക സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കുക. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വ്രണങ്ങളുള്ള സാഹചര്യത്തിൽ ഒഴിവാക്കുക തന്നെ ചെയ്യുക. വയറിലുണ്ടാകുന്ന പുണ്ണുകളാണോ വായ്നാറ്റത്തിന് കാരണം എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. വായ്നാറ്റം വയറിലുണ്ടാകുന്ന പുണ്ണുകൾ കാരണം വരാം, പക്ഷേ എല്ലാ സാഹചര്യത്തിലും അത് വയറിലെ പുണ്ണ് കാരണം മാത്രമായിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ വായിലെ ക്യാവിറ്റീസ് അല്ലെങ്കിൽ മോണയിൽ ഇൻഫെക്ഷൻ, അങ്ങനെ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലും അത് വരാം. അല്ലെങ്കിൽ നമുക്ക് ലങ്സ്, നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മൂലം നമുക്ക് അങ്ങനെ ബാഡ് ബ്രെത്ത്, അതായത് വായ്നാറ്റം അനുഭവപ്പെടാം.
പിന്നെ ഈ ബ്രെത്തുകളിൽ തന്നെ പലതരമുണ്ട്. ഫ്രൂട്ടി സ്മെല്ല് ഉണ്ടാവും, ചിലപ്പം ആൽക്കഹോളിക് സ്മെല്ല് ഉണ്ടാവും ആൽക്കഹോൾ കഴിക്കാത്തവർക്ക്. ഇതൊക്കെ ഓരോ ഡിസീസിൻ്റെ ഇൻഡിക്കേഷൻ ആയിരിക്കും. അസിഡോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസീസസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഇൻഡിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് പോവുക. അല്ലാതെ തന്നെ നമുക്ക് വായനാറ്റം നമ്മുടെ മലം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ ദഹിക്കാതിരിക്കുക, ദഹനക്കേട്, അത് പോരാനിട്ട് നമുക്ക് കൂടുതൽ അൺഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ടാകുമ്പോൾ അവയെല്ലാം കൂടി വിഘടിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തനോൾ, അതിൻ്റെ ഒരു സ്മെല്ല്, ഇതൊക്കെ നമുക്ക് വായിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വായനാറ്റം കുടലിലെ പ്രശ്നങ്ങൾ കാരണവും വരാം, അല്ലാതെയും വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒട്ടും വൈകിപ്പിക്കാതെ ഒരു വിദഗ്ധമായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറെ തന്നെ കണ്ട് സഹായം തേടുക. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.